ഏതായാലും കൊള്ളാം. 2000 പേർക്ക് സദ്യ, അത് നീ. ലച്ചുവിനോടൊന്ന് പറയാനൊരു തമാശയായി. സീതാറാമയ്യര് വിളിക്കാന്ന് വെച്ചാ അതൊരു ക്രെഡിറ്റ് ആണെന്നാ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ബിസിനസ്സുള്ള ആളാ. സാറിന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല ചാൻസാ. അതിപ്പോ പ്രസിഡന്റ് ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചതും നല്ലൊരു ചാൻസ് ആയിരുന്നു. എനിക്ക് മനസ്സിലാവാത്തത്, ഈ ഓരോരുത്തർ ഓരോന്ന് പറയുന്ന കേട്ട് നീ ആ പണിക്കാരെ പറഞ്ഞു വിട്ടോ. നാളെ തന്നെ അവരെ വിളിച്ച് അതൊക്കെ മാറ്റാൻ നോക്ക്. ഇനിയിപ്പോ അതിവിടെ നിൽക്കട്ടെ. നിന്നിട്ട് കല്യാണം നടത്തി കൊടുക്കാനോ? ഒരുപാട് VIP വരുന്ന കല്യാണമായിരിക്കുമെന്നാ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത്. അവരുടെ മുമ്പിൽ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യം തന്നെയാ. നമ്മുടെ ടെറസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചു. അവിടെ അവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു കുന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ആ ലിസ്റ്റിൽ പറഞ്ഞ പോലെയുള്ള പച്ചക്കറികൾ അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. ഓ, അത്രയൊക്കെ നീ ചിന്തിച്ചോ ഇതിനോടകം? ഞാൻ പറഞ്ഞില്ലേ രാജീവ്, ഇന്ന് ആ ഗോഡൌണിൽ അതെല്ലാം കാണുകയും കൂടെ ചെയ്തപ്പോ. പലരും വന്ന് പലതിലേക്ക് എടുത്ത് ചാടിക്കാൻ നോക്കും. കാര്യത്തോട് എടുക്കുമ്പോൾ ഒരാളും ഉണ്ടാവില്ല. ഒരു നാണക്കേട് തീർന്നിട്ടേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് വരരുത്. ബാക്കിയുള്ളവന് ഇവിടെ തലയുയർത്തി നടക്കണം. നാളെ തന്നെ അയ്യരെ വിളിച്ച് ഇതിന്ന് ഒഴിച്ചോണം. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്, കേട്ടല്ലോ? ശരി. സാർ, ഞാൻ നിരുപമയാണ്. ഗുഡ് മോർണിംഗ്. ടെൽ മീ നിരുപമ. വേറൊരു പാർട്ടിക്ക് ഓർഡർ കൊടുത്തിരുന്നു എന്ന് സാർ പറഞ്ഞില്ലേ? അത് ക്യാൻസൽ ചെയ്തോളൂ. സാറിന്റെ ഓഫർ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ഞാൻ എന്റെ മാനേജറോട് നിരുപമയെ വിളിക്കാൻ പറയാം. മുമ്പോട്ടുള്ള കാര്യങ്ങൾ അയാളുമായി ഡിസ്കസ് ചെയ്തോളൂ. താങ്ക് യു. പക്ഷെ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. എല്ലാം കൃഷി ഓഫീസിൽ നിന്ന് ഇവിടെ വന്ന് ചെയ്തു തന്നോളും. സുഹറ നിരുപമയുടെ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. ഇതിനൊക്കെ എവിടുന്നാ നേരം? അത് ഈ പ്രായത്തില് വേണമെങ്കിൽ അങ്ങേരോട് ചോദിക്കാം. വേണ്ടേ? നമ്മുടെ സീതാറാം സിന്റെ ഓണറുടെ മോളുടെ. ഐ ആം റെഡി. ഗ്രീൻ ഹൗസ്, ഗ്രീൻ ഹൗസ് ആ സെർച്ച് ചെയ്ത്. ടെറസ് മതി. 7 പേര് സമ്മതിച്ചു. വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് നമ്മളൊരു തുടക്കമായിട്ട് കൂട്ടിയാൽ മതി. ഇത് കഴിഞ്ഞുള്ളതിൽ നിന്നാണ് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്. എന്ന് പറയുമ്പോ ഇത് ഏറ്റവും നന്നായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആൾക്കാർ ചോദിച്ചറിഞ്ഞു വരണം. റെഗുലറായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം, മാർക്കറ്റിലും ചടങ്ങുകൾക്കും ഒക്കെ. പിന്നെ സാധാരണ പച്ചക്കറിയേക്കാൾ വില കിട്ടും ഓർഗാനിക്കിന്. എന്നിട്ട് വേണം എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള പോലെ ഒരു കുറ്റബോധവും ഇല്ലാതെ ഷോപ്പിങ്ങിന് പോവാൻ. എന്നാലും നമ്മുടെ ഭർത്താക്കന്മാരല്ലേ,
അപ്പോഴവര് പറയും എന്തൊക്കെയായാലും ടെറസ് ഞങ്ങളുടെ ആയിരുന്നല്ലോ എന്ന്. മൊത്തം എക്സ്പെൻസ് ഒരു 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. ഞാൻ എൻ്റെ പേരിൽ ഒരു ബാങ്ക് ലോൺ എടുക്കാം. ഹൗ ഓൾഡ് ആർ യു? 36. സെക്യൂരിറ്റി ഒന്നും തരാനില്ലാത്തതുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. BP ഉണ്ടല്ലേ? സാറിനെങ്ങനെ അറിയാം? പത്രത്തിലുണ്ടായിരുന്നല്ലോ. പോളിസി ഉണ്ടെങ്കിൽ ലോൺ കിട്ടാൻ പ്രയാസമുണ്ടാവില്ല. ഐ വിൽ ഡു ദ നീഡ്ഫുൾ. പിന്നെ 5 ലക്ഷം രൂപയ്ക്കൊക്കെ സാധാരണ 40 കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് കമ്പനിക്കാർ മെഡിക്കൽ ചെയ്യാറുള്ളൂ. പക്ഷേ ചില കേസുകളിൽ അവർ ഇൻസിസ്റ്റ് ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഫിറ്റ്. ഷുഗർ ഓക്കെ, ലിവർ ഫങ്ഷൻ ഓക്കെ, കൊളസ്ട്രോള് ബോർഡർ. അവിടുത്തെ മെഷീനിൽ ഞാൻ നോക്കി 2.5 കിലോയാ ഓവർ വെയിറ്റ്. പക്ഷെ മെഷീൻ കുറച്ച് പഴയതായിരുന്നു എന്നാ സംശയം. ഓടാൻ പറ്റുമോ? ഏ ഓടാൻ പറ്റുമോന്ന്? ഇനി അതല്ലേ ചെയ്യാൻ പറ്റൂ. അയ്യരുടെ അഗ്രിമെന്റും ക്യാൻസൽ ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുക. ഇതാണ് അവസ്ഥയെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ പോകുന്നില്ലല്ലോ. ആ ഓട്ടോ അല്ല, അത് ചെയ്യാൻ ആർക്കും പറ്റും. പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ലല്ലോ. വെളുപ്പിന് എഴുന്നേറ്റ് ഒരു 4 കിലോമീറ്റർ ഓടാമോ? ഇന്നേക്ക് 14ാമത്തെ ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് ആൻ എക്സലന്റ് മെഡിക്കൽ റിപ്പോർട്ട്. ഞാൻ ഗ്യാരണ്ടി. വെളുപ്പിന് എണീറ്റ് ഓടുക എന്നൊക്കെ പറഞ്ഞാല്, അതും പ്രത്യേകിച്ച് ഞാൻ ചെയ്യുമ്പോ വല്ല പ്രാന്തം പിടിച്ചതാന്ന് വിചാരിക്കും ആൾക്കാര്. അത് മാത്രമല്ല ജയ, ഈ കല്യാണം കഴിഞ്ഞ് മുമ്പോട്ട് ഓർഡറുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പെട്ടുപോകും ഞാൻ. ചേച്ചിക്ക് അറിയാലോ, ഇവര് ലോൺ എടുത്തിട്ടാ ഇവർ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പിന് പോയത്. സ്ഥലം കാണാൻ വേണ്ടിട്ട് തന്നെയാ. അന്നീ പറയുന്ന ആളുകളൊക്കെ ഇവരെ കളിയാക്കി. വീടും പറമ്പൊക്കെ ബാങ്ക് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് കട 3 മണിക്കൂർ അധികം തുറന്നു വെച്ച് 2.5 വർഷം കൊണ്ട് അവരത് വീട്ടി. ഇതുവരെ 5 രാജ്യങ്ങളാണ് അവർ കണ്ടു തീർത്തത്. തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ ചേച്ചി ഇന്ന് വരെ.